ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശ്യാമ ഉറക്കത്തിൽ കിടന്ന് പിച്ചുമ്പയും പറയുകയാണ്, മോളെ അമ്മ പറഞ്ഞതല്ലേ സൂക്ഷിക്കണമെന്ന്. മോളെ മോളെ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോൾ പെട്ടെന്ന് അമൃത കതക് തുറന്ന് അവിടേക്ക് വരുന്നു. ശ്യാമയുടെ നെറ്റിയിലേക്ക് തൊട്ടു നോക്കുന്നുണ്ട് പനിയുണ്ടോ എന്ന്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശ്യാമ കണ്ണു തുറക്കുകയും ചെയ്തു. എന്താ എടുത്തേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, പനിയുണ്ടോ നോക്കിയതാണെന്ന് അമൃത പറയുന്നു. എന്താ എടുത്തേ, ഞാൻ ഉറക്കത്തിൽ വല്ലതും വിളിച്ചു പറഞ്ഞോ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട്. എന്റെ സമാധാനത്തിന് ഞാൻ വന്ന് നോക്കിയതാ, കിടന്നോളൂ എന്ന് അമൃത. നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ് ശ്യാമ കിടക്കുന്നു. രാധിക ഭഗവാന്റെ മുന്നിൽ തിരികൊളുത്തി പ്രാർത്ഥിക്കുകയാണ്. എന്റെ മനസ്സിനെ എന്താ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത്? പത്മിനി അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണം, എന്നാൽ വരുണിനെ എനിക്ക് വെറുക്കാനും കഴിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് രാധിക ചോദിക്കുമ്പോൾ മുത്തശ്ശിയും അവിടേക്ക് വന്നു. ഭഗവാനെ, ഇവൾക്ക് ഉള്ളു നിറയെ വരുണിനോടുള്ള സ്നേഹമാണ്, അതൊന്ന് തുറന്നു പറയാൻ ഇവക്ക് കഴിയണേ എന്ന് മുത്തശ്ശി പ്രാർത്ഥിക്കുന്നു. അവരെ എന്നേക്കുമായി ഒന്നിച്ചു ചേർക്കണേ എന്നൊക്കെയാണ് മുത്തശ്ശിയുടെ പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ശേഷം മുത്തശ്ശി രാധികയോട് പറയുന്നു, ഏറ്റവും വലിയ നീതിമാന്റെ മുന്നിലാണ് മോള് നിൽക്കുന്നത്. മോളുടെ മനസ്സിൽ തെളിയിച്ചു തന്ന ഒരു ചിത്രമില്ലേ, അതാണ് മോൾക്ക് ശരി. ഇത്രയും പറഞ്ഞ് മുത്തശ്ശി ഇവിടുന്ന് പോകുമ്പോൾ പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് രാധിക. കണ്ണടച്ച് നിൽക്കുമ്പോഴും വരുണും രാധികയും ഒന്നിച്ചുള്ള ഒരു സന്ദർഭങ്ങളെല്ലാം ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് രാധിക. തുടർന്ന് മുറ്റത്ത് പോയിട്ട് തുളസിയുടെ അരികിൽ നിന്നിങ്ങനെ ആ തുളസിയോട് പറയുന്നു, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേ നീ, എൻ്റെ മനസ്സിലുള്ളത് വരുണിനോട് തുറന്നു പറയണമോ, എല്ലാം നീ തന്നെ പറയും. എന്നാൽ പെട്ടെന്ന് രാധിക മറ്റൊരു കാര്യം ഓർക്കുന്നുണ്ട്. കുഞ്ഞിലത്തെ ഒരു സംഭവം. പ്രിയങ്കയും രാധികയും കുഞ്ഞിതായിരുന്നപ്പോൾ ഒരു ക്ഷേത്ര കുളത്തിൽ കുറച്ച് ആമ്പൽപ്പൂ നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറെ പറിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചേച്ചി അതെനിക്ക് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രിയങ്ക ഓരോന്നോരോന്നായി രാധികയുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കുകയാണ്. ചേച്ചിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമല്ലേ എന്ന് പറയുന്നു. എങ്കിൽ ചേച്ചിയുടെ കയ്യിലുള്ളത് എനിക്ക് ചേച്ചി ഒരിക്കലും എന്നെ കരയിപ്പിക്കില്ലല്ലോ, ചേച്ചിക്ക് കിട്ടുന്നതെല്ലാം എനിക്ക് തരുമോ എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക ചോദിക്കുന്നു. തരാമെന്നാണ് രാധികയുടെ മറുപടി. എങ്കിൽ കൃഷ്ണന്റെ പേരിൽ സത്യം ചെയ്യാൻ പറയുമ്പോൾ രാധിക പ്രിയങ്കയുടെ തലയിൽ തൊട്ട് കൃഷ്ണന്റെ പേര് പറയുന്നുണ്ട്. കൃഷ്ണ ഭഗവാനാണ് സത്യം, ചേച്ചിക്ക് എന്ത് കിട്ടിയാലും അത് മോൾക്കുള്ളതാണ്. പെട്ടെന്ന് പ്രിയങ്ക അവിടെ നിന്ന് ഓടുമ്പോൾ രാധികയും പിറകെ ഓടുന്നു. പെട്ടെന്ന് ഈ കാര്യം ഓർത്ത് ടെൻഷൻ ആവുകയാണ് രാധിക. രാധിക ഇങ്ങനെ പറയുന്നു, അവളുടെ സന്തോഷത്തിന് ഞാനെല്ലാം വിട്ടുകൊടുക്കണം. അച്ഛനും അമ്മയും എനിക്ക് തന്ന സ്നേഹത്തിന് ഇതാണ് എനിക്ക് പകരം കൊടുക്കാനുള്ളത്. എനിക്കൊന്നും വേണ്ട, എല്ലാം അവൾക്ക്. ഇതെല്ലാം വരുൺ കാണുന്നു. വരുൺ ഇങ്ങനെ രാധിക ചിന്തിച്ച് നിൽക്കുന്നതൊക്കെ വരുൺ കാണുകയായിരുന്നു. പക്ഷേ രാധിക അപ്പോൾ വരുണിനെ കണ്ടില്ലായിരുന്നു. മുത്തശ്ശി വരുണിന്റെ അരികിലേക്ക് വന്നിട്ട് എന്താ എന്ന് ചോദിക്കുന്നു. വരുൺ പറയുന്നു, ഒന്നുമില്ല മുത്തശ്ശി, എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ. ഇപ്പോൾ ഞാൻ കാരണം അയാൾക്ക് സ്വസ്ഥതയില്ലാണ്ടായി. നിനക്ക് സ്വസ്ഥതയില്ലാതായത് എങ്ങനെയാ? അവളോടുള്ള പ്രേമം കൊണ്ടല്ലേ? അത് തന്നെയാണ് അവളുടെയും അവസ്ഥ. ഇത് തന്നെയാണ് അവളുടെയും അവസ്ഥ എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നു, ഒന്നും മിണ്ടാതിരിക്കും മുത്തശ്ശി, അവൾക്ക് എന്നോട് അങ്ങനെയൊന്നുമില്ല. മുത്തശ്ശി വീണ്ടും പറയുന്നു, ഇത് നീ അങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല. അവൾ നിനക്ക് വേണ്ടി ജനിച്ച പെണ്ണാണ്, നിനക്ക് വേണ്ടിയാണ് അവൾ കാത്തിരിക്കുന്നത്. അവളുടെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഞാൻ പറയണം അല്ലേ? വരുൺ വീണ്ടും പറയുന്നു, ഒന്ന് പോ മുത്തശ്ശി, അങ്ങനെയൊന്നും അല്ല. എടാ, ഒരാണിന് എവിടെ വെച്ചും ഒരു പെണ്ണിനോടുള്ള സ്നേഹം വിളിച്ചു പറയാൻ സാധിക്കും, പക്ഷേ ഒരു പെണ്ണിന് അങ്ങനെയല്ല. കുഞ്ഞുനാൾ മുതലേ ഒരു പെൺകുട്ടിയെ വളർത്തുന്നത് എല്ലാ നിയന്ത്രണങ്ങളും കൂടിയാണ്. സാഹചര്യം നോക്കാതെ ആ പെൺകുട്ടികളൊന്നും പറയില്ല. അങ്ങനെ ഒരു സാഹചര്യം നീ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്ക്, അവൾ പറയും നിനക്ക് വേണ്ടിയാണ് അവൾ ജീവിക്കുന്നത് എന്ന്. നിന്റെ ആഗ്രഹങ്ങളെക്കാൾ അവളുടെ അവസ്ഥയെ ബഹുമാനിക്കാൻ പഠിക്കണം. വരുൺ നേരെ രാധികയോട് അടുത്ത് ചെന്നിട്ട് പറയുന്നു, രാധികയെ, ഇപ്പോൾ ഇവിടെ ആരുമില്ല, തനിക്ക് ധൈര്യമായിട്ട് എന്നോട് സംസാരിക്കാം. എന്ത് സംസാരിക്കാനാ എന്ന് ഒരു ടെൻഷനോടെ രാധിക പറയുന്നു. നമ്മൾ തമ്മിൽ അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലെന്നും രാധിക പറഞ്ഞു. സംസാരിക്കാനുണ്ടെന്ന് വരുൺ പറയുമ്പോൾ രാധിക പോകാൻ തുടങ്ങുകയായിരുന്നു. രാധികയുടെ കയ്യിൽ പിടിച്ച് വരുൺ പറയുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ കഴിയാതെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് വിടില്ല. തന്നെ കൊണ്ട് എവിടെ വെച്ചാൽ സത്യം പറയിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാമെന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു, വരുൺ വിട്, ആരെങ്കിലും കാണും. ആരും കാണാത്ത ഒരു സ്ഥലത്തേക്കാണ് ഞാൻ തന്നെ കൊണ്ടുപോകുന്നത് എന്ന് വരുൺ പറയുന്നു. അവിടെ വെച്ച് തനിക്ക് തന്നെ മനസ്സ് തുറക്കാം എന്ന് പറഞ്ഞ് രാധികയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ് വരുൺ. പിടിവിടാൻ രാധിക ശ്രമിക്കുന്നുണ്ടെങ്കിലും വരുൺ ആ പിടി വിടുന്നില്ല. മുത്തശ്ശിയാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു. രാധികയെ പിടിച്ചു വലിച്ച് വരുൺ കൊണ്ടുപോകുന്നത് പ്രിയങ്ക കാണുന്നുണ്ട്. കൽപ്പനയോട് ചോദിക്കുന്നു, ഇതെന്താ ഇതെന്ന്. പ്രിയങ്ക ടെൻഷനോടെ നിൽക്കുന്നു. എന്തായാലും കൽപ്പന ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അവര് പോകുന്നത് മുത്തശ്ശി കാണുന്നു. മുത്തശ്ശി ടെൻഷൻ ആവുകയാണ്. അവരെങ്ങോട്ടായിട്ടേ പോകുന്നത് എന്ന് പ്രിയങ്ക പറയുമ്പോൾ കൽപ്പന പറയുന്നു, എവിടേക്കാണെങ്കിലും നമുക്ക് അവരുടെ പിറകെ പോകാം, നമുക്ക് കാർ എടുക്കാം എന്ന് പറഞ്ഞ് അവരും പിറകെ പോകുന്നു. വരുൺ എന്തായി കാണിക്കുന്നത്? വണ്ടി നിർത്ത്, എനിക്ക് ഇറങ്ങണമെന്ന് രാധിക ടെൻഷനോട് പറയുമ്പോൾ വരുൺ പറയുന്നു, രാധിക, എത്ര ബഹളം വെച്ചാലും ഞാൻ വണ്ടി നിർത്തില്ല.
ഇന്നെനിക്കൊരു തീരുമാനം അറിഞ്ഞേ പറ്റൂ എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, എന്ത് തീരുമാനം? നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? വണ്ടി നിർത്ത്. ഞാൻ എടുത്ത് ചാടുമെന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു, തനിക്കതിന് കഴിയില്ല. ഞാൻ എവിടം വരെ പോകുന്നോ അവിടം വരെ തനിക്കും വന്നേ പറ്റൂ. നിർത്താനല്ലേ പറഞ്ഞത്? എന്നോട് എന്ത് കാണിക്കാനാണോ വിചാരിച്ചിരിക്കുന്നത് എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു, എനിക്ക് അവകാശമില്ല ഉണ്ടോ എന്ന് എനിക്ക് അറിയണമല്ലോ. എന്റെ കൂടെ വന്നേ പറ്റൂ. മിണ്ടാതിരിക്കെ എന്നൊക്കെ വരുൺ പറയുന്നു. അവർക്ക് പിന്നാലെ തന്നെ കൽപ്പനയും പ്രിയങ്കയും ഉണ്ട്. അവരെങ്ങോട്ടാ എടുത്തി പോകുന്നത് എന്ന് പ്രിയങ്ക ടെൻഷനോടെ പറയുമ്പോൾ, നമുക്ക് നോക്കാം, ഇതുവഴിയാ പോയിരിക്കുന്നത്. എന്തായാലും നീ കാത്തിരിക്കുക. ഇത്രയും നാളെ നമ്മൾ പ്രതീക്ഷിച്ചതിന് ഒരു മറുപടിയാണ് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. നീ കരുതിയിരുന്നോ എന്ന് കൽപ്പന പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഇച്ചിരി കൂടി ടെൻഷൻ ആവുകയാണ് പ്രിയങ്ക. രാധിക വരുണിനോട് പറയുന്നു, ഈ യാത്ര കൊണ്ടുണ്ടാവുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ചിലപ്പോൾ നമ്മൾ ഇനി കണ്ടില്ല എന്ന് പോലും വരും. ഈ യാത്ര കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാകില്ല. ഈ യാത്ര കൊണ്ട് പ്രശ്നമുണ്ടാകാൻ പോകുന്നത് നമുക്കല്ല, നമ്മളെ പിരിക്കാൻ പോകുന്നവർക്കാണ്. ഒരു കാര്യം ചെയ്യാമോ? എവിടെയെങ്കിലും ഈ കാർ ഇടിച്ച് കയറ്റി എന്നെ ഒന്ന് കൊല്ലാമോ? ഇതിലും ഭേദം അതാണ് എന്നൊക്കെ രാധിക പറയുന്നു. ചെയ്യാമെന്ന് വരുൺ. ഒന്നിച്ച് ചാകണമെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ്. പക്ഷേ ഒരു കാര്യം തന്നെ കൊണ്ട് ഞാൻ മുന്നേ പറയിപ്പിക്കും. അത് ഞാൻ ചെയ്തിരിക്കും. ടെൻഷനോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാധിക. അങ്ങനെ പോകുന്ന വഴിയിൽ പ്രിയങ്ക കാണുന്നുണ്ട് രാധികയും വരുണും പോകുന്ന വണ്ടി. കൽപ്പനയ്ക്ക് കാട്ടിക്കൊടുക്കുന്നു. എടുത്തി ആ വണ്ടിയുടെ മുന്നിലേക്ക് ചെന്ന് അവരെ ഒന്ന് തടഞ്ഞു നിർത്തിക്കേ എന്ന് പ്രിയങ്ക പറയുമ്പോൾ കൽപ്പന പറയുന്നു, അത് വേണ്ട, നമുക്ക് അവരുടെ പുറകെ പോയാൽ മതി. അവർ തമ്മിൽ സംസാരിക്കുന്നത് നിനക്ക് കേൾക്കണ്ടേ? അവർ തമ്മിൽ എന്താ ബന്ധമെന്ന് നിനക്ക് അറിയണ്ടേ? ഇത് അതിന് പറ്റിയൊരു വഴിയാണെന്നും കൽപ്പന പറയുന്നു. അങ്ങനെ വരുൺ രാധികയും കൂട്ടി എത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിലേക്ക്. വരുൺ എന്താ ഇത് എന്ന് രാധിക ചോദിക്കുന്നു. വരാൻ, എന്റെ കൂടെ വരാൻ എന്ന് പറഞ്ഞ് രാധികയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് തന്നെ വരുൺ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നു. വരുൺ മിണ്ടാതിരിക്കുക എന്നൊക്കെ രാധിക പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാതെയാണ് വരുൺ രാധികയുമായി ക്ഷേത്രത്തിനകത്തേക്ക് വരുന്നത്. തൊട്ടുപിറകെ പ്രിയങ്കയും കൽപ്പനയും എത്തി. പ്രിയങ്ക, അവർ ഇതിനകത്തുണ്ട്, നീ ഇതിനകത്തൂടെ കയറിക്കോളൂ, ഞാൻ പിന്നാമ്പുറത്തൂടെ വരാം, അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും കൽപ്പന പ്രിയങ്കയോട്. അങ്ങനെ പ്രിയങ്കയും അകത്തേക്ക് വരുന്നു. അങ്ങനെ വരുൺ രാധികയോട് പറയുന്നു, ഇത് ശ്രീകൃഷ്ണ ഭഗവാന്റെ നടയാണ്, താൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ നട. ഇവിടെ നിന്ന് താൻ എന്നോട് സത്യം പറയണം. താൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ? പറയ് രാധികയെ. ഇവിടെ വെച്ച് താൻ കള്ളം പറയില്ല. ഞാനും പ്രിയങ്കയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് പ്രിയങ്ക കേൾക്കുന്നുണ്ടായിരുന്നു. രാധിക കരഞ്ഞുകൊണ്ട് വരുണിന്റെ മുന്നിലും നിൽക്കുന്നു. പ്രിയങ്കയെ പെണ്ണന്വേഷിച്ച് തന്റെ വീട്ടിലേക്ക് വന്നത് എന്റെ വീട്ടുകാർക്ക് പറ്റിയ ഒരു തെറ്റ് മാത്രമാണ്. അതിനു മുന്നേ പല സ്ഥലത്ത് വെച്ചും പലയിടത്തിൽ വെച്ചും നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട്, ഇഷ്ടം പങ്കുവച്ചിട്ടുണ്ട് ഇല്ല എന്നൊക്കെ വരുൺ ചോദിക്കുന്നു. ഇത് കേട്ട് ആകെ തകർന്നു പോവുകയാണ് പ്രിയങ്ക. ആളും അറിയാണ് എന്റെ കുടുംബം കല്യാണം ഉറപ്പിച്ചത് എന്ന് എനിക്ക് അവസാന നിമിഷം വരെ അറിയില്ലായിരുന്നു എന്നും വരുൺ പറയുമ്പോൾ അത് കേട്ട് ഞെട്ടലോടെ നോക്കുകയാണ് പ്രിയങ്ക. പക്ഷേ എന്നിട്ടും നമ്മുടെ പ്രണയത്തിന് ഉള്ളതുപോലെ അന്ന് കതിർ മണ്ഡപത്തിലേക്ക് താനാണ് കയറി വന്നത്. അതും സത്യമല്ലേ എന്ന് ചോദിക്കുന്നു. നീ എന്നെ സ്നേഹിച്ചവളല്ലേ? നോക്ക്, നീ എന്റെ ഭാര്യയല്ലേ എന്നൊക്കെ വരുൺ രാധികയോട് ചോദിക്കുന്നുണ്ട്. കുടുംബത്തോടുള്ള കടപ്പാടിന്റെ പേരിൽ പ്രിയങ്കയും എന്നെ ഒന്നിച്ചു ചേർക്കാൻ താൻ ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ തനിക്ക് എന്നോട് പ്രണയമില്ലേ? പറയ് രാധിക എന്നൊക്കെ വരുൺ ചോദിക്കുമ്പോൾ രാധിക കൈകൂപ്പി കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുത്, എന്നെ പോകാൻ സമ്മതിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു, ഇല്ല, എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. ഒന്നുകിൽ ഇന്നത്തോടെ എല്ലാം അവസാനിക്കണം. വരുൺ അവിടെ ഇരുന്ന ഒരു കത്തി എടുക്കുകയാണ്. ഇതെല്ലാം പ്രിയങ്ക ടെൻഷനോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കത്തി എടുക്കുമ്പോൾ രാധികയും ടെൻഷനോടെ നോക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.